ഹായ് ഓൾ, ഗുഡ് ആഫ്റ്റർനൂൺ. ഓഡിയബിൾ ആണോ? ഹിബ, സിദിന, കാർത്തിക, നീന, വീഡിയോസ് ഒക്കെ ഒന്ന് ഓൺ ചെയ്ത് വെക്കാവോ? ഇപ്പൊ നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ എന്തായിരുന്നു കണ്ടേന്ന് ഓർക്കുന്നുണ്ടോ? ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു കണ്ടേ? സിദിന ഇന്നലെ ക്ലാസ്സിൽ ഇല്ലായിരുന്നല്ലോ. വീടിന്റെ അടുത്ത് ഒരു അയൽവാസി മരണം ഉണ്ടായിരുന്നു, പങ്കെടുക്കാൻ പറ്റില്ല. എന്തോ? ഓക്കെ, അപ്പൊ ഇന്നലെ 2 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങളോട് പറഞ്ഞായിരുന്നു. ഫോഴ്സസും പിന്നെ DEM-ഉം ചെയ്തായിരുന്നോ? GSTR1 ഓഫ്ലൈൻ ഫയലിംഗ്. DEM-ല് ഒരു ഡൗട്ട്. അതിലാ GST നമ്പർ വന്നിട്ടില്ലല്ലോ ആ കേസില്, ആ സെയിൽസ് രജിസ്റ്ററില്. സെയിൽസ് മാത്രം ഉള്ളായിരുന്നേ. B2C സെയിൽസ് മാത്രം. അപ്പൊ B2C മാത്രം ചെയ്ത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് GSTR1 ഓൺലൈൻ ഫയലിംഗ് ആണ്. ഓഫ്ലൈൻ അല്ലാതെ നമ്മൾ ഓൺലൈൻ ആയിട്ട് എങ്ങനെയാണ് ഫയൽ ചെയ്യുന്നതെന്ന് നോക്കുന്നത്. അപ്പം ഓൺലൈൻ ഫയലിംഗ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ടും നമ്മളത് GST സൈറ്റിൽ തന്നെയാണ് ചെയ്യുന്നത്. തന്നെയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, GST സൈറ്റിൽ കയറിയിട്ട് ഫയൽ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പൊ നമ്മൾ അതിന് പകരം പ്രാക്ടീസ് സ്പോട്ട് ആണ് യൂസ് ചെയ്യുന്നത്. പ്രാക്ടീസ് സ്പോട്ട് യൂസ് ചെയ്തിട്ടാണ് ഫയൽ ചെയ്ത് കാണിക്കുന്നത്. അപ്പൊ സെയിം തന്നെയാണ്, വേറെ ഡിഫറൻസ് ഒന്നുമില്ല. GST സൈറ്റിന്റെ സെയിം ഇന്റർഫേസും എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രാക്ടീസ് സ്പോട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതിലാണ് നമ്മൾ ഫയൽ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മൾ പ്രാക്ടീസ് സ്പോട്ടിലോട്ട് ലോഗിൻ ചെയ്തിട്ട് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാവേ. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഈ പ്രാക്ടീസ് പോർട്ടലിലോട്ട് ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഫിൽറ്ററിൽ GSTR1 എടുക്കുക. എന്നിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പം ഇവിടെ J&K ഷോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. J&K ഷോപ്പ് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. J&K ഷോപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ആ ഫയൽ ഓപ്പൺ ചെയ്ത് കഴിയുമ്പം അതിലൊരു PDF ഫയലും ഉണ്ട്, അതുപോലെ തന്നെ ഒരു Excel ഫയലും ഉണ്ട്. അപ്പൊ PDF ഫയലിനകത്തുള്ളത് നമ്മുടെ ലോഗിൻ ക്രെഡൻഷ്യൽസ് ആണ്, നമ്മുടെ GST ലോഗിൻ ഡീറ്റെയിൽസ് ആണ്. പീരീഡ് പറയുന്നുണ്ട്, GST നമ്പർ ഉണ്ട്, നെയിം ഉണ്ട്, ലോഗിൻ ID പാസ്വേഡും ഉണ്ട്. പിന്നെ ആ ഇൻവോയ്സ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ Excel ഫയലിനകത്ത് സെയിൽസ് രജിസ്റ്റർ ഉണ്ട്, പർച്ചേസ് രജിസ്റ്റർ ഉണ്ട്, പർച്ചേസ് റിട്ടേൺ രജിസ്റ്റർ ഉണ്ട്. സെയിൽസ് രജിസ്റ്റർ ഉണ്ട്, പർച്ചേസ് രജിസ്റ്റർ ഉണ്ട്, അതുപോലെ തന്നെ പർച്ചേസ് റിട്ടേൺ രജിസ്റ്ററും ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിൽ ഏത് യൂസ് ചെയ്തിട്ടായിരിക്കും GSTR1 ഓൺലൈൻ ഫയൽ ചെയ്യാൻ പോകുന്നത്? ഏത് യൂസ് ചെയ്തിട്ടായിരിക്കും? GSTR1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു GSTR1? സമ്മറി ഓഫ് ഔട്ട്വേർഡ് സപ്ലൈ അല്ലേ? ഔട്ട്വേർഡ് സപ്ലൈ എന്ന് പറയുമ്പോൾ സെയിൽസ് ആണ്. അപ്പൊ നമ്മൾ എന്ത് യൂസ് ചെയ്യും? സെയിൽസ് രജിസ്റ്റർ യൂസ് ചെയ്തിട്ടായിരിക്കും ഫയലിംഗ് നടത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ഇതിന് ഈ ഒരു സെയിൽസിന്റെ ഡേറ്റ നോക്കിക്കേ. ഇതിനകത്ത് GST സെയിൽസ് ഉണ്ട്, എക്സ്പോർട്ട് സെയിൽസ് ഉണ്ട്, എക്സംപ്റ്റഡ് സെയിൽസും ഉണ്ട്. GST സെയിൽസ് ഉണ്ട്, എക്സ്പോർട്ട് സെയിൽസ് ഉണ്ട്, അതുപോലെ തന്നെ എക്സംപ്റ്റഡ് സെയിൽസും ഉണ്ട്. പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ GST അയ്യന്റെ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് എന്തുണ്ട്? B2B ഉണ്ട്, B2C ഉണ്ട്. B2B സെയിൽസും ഉണ്ട്, B2C സെയിൽസും ഉണ്ട്. അതെങ്ങനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തേ? B2Bയും B2Cയും എങ്ങനെ ഐഡന്റിഫൈ ചെയ്തേ? GST നമ്പർ അല്ല, B2B സെയിൽസും GST നമ്പർ ഇല്ലാത്ത ഇൻവോയ്സസ് എല്ലാം എന്തായിരിക്കും? B2C സെയിൽസും ആയിരിക്കും. ഇപ്പൊ ഇവിടെ ഒരു 33 തമിഴ്നാട് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്.
33 തമിഴ്നാട് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അതൊരു B2C സെയിൽസ് ആണ്. പക്ഷെ അതെങ്ങനെ വരുന്നത്? IGST ആണ് വരുന്നത്. നമ്മുടെ 32 ആണ്, തമിഴ്നാടിന്റെ 33 ആണ്. അപ്പൊ IGST ആണ് അവിടെ വരുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് എങ്ങനെയാണ് ഫയൽ ചെയ്യുന്നത് നോക്കാം. ഈ യൂസർ ഐഡിയും പാസ്വേഡും വെച്ചിട്ട് ഞാൻ പ്രാക്ടീസ് ബോർഡിലോട്ട് ലോഗിൻ ചെയ്യാൻ പോവാണ്. നമ്മൾ JNK ഷോപ്പിന്റെ അവിടെയുള്ള റണ്ണിൽ ക്ലിക്ക് ചെയ്യാം. JNK ഷോപ്പിന്റെ അവിടെ നിന്ന് റണ്ണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് യൂസർ ഐഡിയും പാസ്വേഡും കൊടുത്തിട്ട് എന്ത് ചെയ്യാ? ലോഗിൻ ചെയ്യും. പാസ്വേഡ് കൊടുത്തു, ലോഗിൻ കൊടുത്തു. ഇതാണ് നമ്മുടെ JNK ഷോപ്പിന്റെ GST ലോഗിൻ വരുന്നത്. ഇതാണ് JNK ഷോപ്പിന്റെ GST ലോഗിൻ വരുന്നത്. ഇവിടുന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ഫയൽ ചെയ്തപ്പോ കണ്ടായിരുന്നു, നമ്മൾ ഈ ഡാഷ്ബോർഡിൽ വന്നു കഴിഞ്ഞാൽ എവിടെ പോയാലാണ് നമുക്ക് റിട്ടേൺസ് ഫയൽ ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ ആ ടെംപ്ലേറ്റ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ നമ്മളൊരു JSON ഫയലാക്കി കൺവേർട്ട് ചെയ്തായിരുന്നു. ഓർക്കുന്നുണ്ടോ? ടെംപ്ലേറ്റ് ഫില്ല് ചെയ്തിട്ട് JSON ഫയലാക്കി കൺവേർട്ട് ചെയ്തു. എന്നിട്ട് അത് നമ്മൾ GST ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞായിരുന്നു. അത് എവിടെ പോയപ്പോഴായിരുന്നു? ഇവിടെ എവിടെ എത്തിയപ്പോഴായിരുന്നു? ഈ ഒരു ഡാഷ്ബോർഡിൽ നിന്ന് നമ്മൾ എന്തായിരുന്നു സെലക്ട് ചെയ്തേ? ഓർക്കുന്നുണ്ടോ? റിട്ടേൺ ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്ത് ഓർക്കുന്നുണ്ടോ? നമ്മൾ ലോഗിൻ ചെയ്തിട്ട് ഇവിടുന്ന് റിട്ടേൺ ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്യാം. റിട്ടേൺ ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്തു. ഇനി ഫിനാൻഷ്യൽ ഇയർ, ക്വാർട്ടർ, പീരീഡ് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഫിനാൻഷ്യൽ ഇയർ, ക്വാർട്ടർ, പീരീഡ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഫിനാൻഷ്യൽ ഇയർ 2022-23 ആണ്. മന്ത് വരുന്നത് ഒക്ടോബർ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഫിനാൻഷ്യൽ ഇയർ 2022-23 കൊടുത്തു. ഒക്ടോബർ മന്ത് വരുമ്പോ അത് ക്വാർട്ടർ 3 ആയിരിക്കും. ഒക്ടോബർ മന്ത് വരുമ്പോ ക്വാർട്ടർ 3 ആയിരിക്കും. പീരീഡ് ഞാൻ ഇവിടുന്ന് ഒക്ടോബർ സെലക്ട് ചെയ്തു. പീരീഡ് ഒക്ടോബർ സെലക്ട് ചെയ്തു. ഇവിടുന്ന് സെർച്ച് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ സക്സസ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരും. സെർച്ച് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സക്സസ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരും. ഇനി നമ്മൾ എന്ത് ചെയ്യുക? താഴത്തോട്ട് സ്ക്രോൾ ചെയ്യാം. താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഡീറ്റെയിൽസ് ഓഫ് ഔട്ട്വേർഡ് സപ്ലൈസ് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് GSTR1 മന്ത്ലി എന്ന് പറയും. ഡീറ്റെയിൽസ് ഓഫ് ഔട്ട്വേർഡ് സപ്ലൈസ് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് GSTR1 മന്ത്ലി. അപ്പൊ നമ്മൾ ഇതിൽ ഓഫ്ലൈൻ ഫയൽ ചെയ്തപ്പം ക്രിയേറ്റ് ചെയ്ത ആ ഒരു JSON ഫയൽ പ്രിപ്പയർ ഓഫ്ലൈനിൽ പോയിട്ട് നമ്മളോട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞു. നമുക്ക് ഇവിടുന്ന് ഓഫ്ലൈൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്തേ? അപ്ലോഡ് ചെയ്ത് കൊടുക്കാതിരിക്കുകയല്ലേ ചെയ്തേ? അപ്പൊ ഓൺലൈൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രിപ്പയർ ഓൺലൈനിൽ ക്ലിക്ക് ചെയ്യാം. പ്രിപ്പയർ ഓൺലൈൻ, പ്രിപ്പയർ ഓൺലൈനിൽ ക്ലിക്ക് ചെയ്തു. ഇനി നമ്മൾ താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ കുറെ ബോക്സസ് കാണാൻ പറ്റുന്നുണ്ട്. ഈ കുറെ ബോക്സസിനെയാണ് നമ്മൾ ആ ടെംപ്ലേറ്റിൽ കുറെ കാര്യങ്ങൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ഷീറ്റ്സ് യൂസ് ചെയ്തില്ലേ? കുറെ ഷീറ്റ്സ് യൂസ് ചെയ്തായിരുന്നു. B2B, B2C ലാർജ്, B2C സ്മോള്, എക്സ്പോർട്ട്, HSN, ഡോക്യുമെന്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഷീറ്റ്സ് നമ്മൾ ഫില്ല് ചെയ്തില്ലായിരുന്നോ? ആ ഷീറ്റ്സിന് പകരമായിട്ടാണ് എന്ത് കൊടുത്തേക്കുന്നത്? ഇവിടെ ഈ ബോക്സസ് കൊടുത്തേക്കുന്നത്. ഈ ബോക്സസ് ആ ഷീറ്റ്സിന് പകരമായിട്ടാണ് ഇവിടെ ബോക്സസ് കൊടുത്തേക്കുന്നത്. ഈ ബോക്സ് നമ്മൾ ഫില്ല് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വർക്കിങ്സ് പ്രിപ്പയർ ചെയ്യണം അല്ലെ? എന്നാൽ നമ്മൾ ആ ഒരു ഫുൾ സെയിൽസ് ഡേറ്റേനെ നമ്മുടെ B2B ആയിട്ടും B2C ആയിട്ടും എക്സ്പോർട്സ് ആയിട്ടും ഒക്കെ സ്പ്ലിറ്റ് ചെയ്തായിരുന്നു. അപ്പൊ നമ്മൾ വർക്കിങ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഷീറ്റ് ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോഴും എന്ത് ചെയ്യാം? വർക്കിങ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഞാനൊരു ഷീറ്റ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. വർക്കിങ്സിന് നെയിം കൊടുത്തു. ഇനി ഞാൻ ആദ്യം B2B സെയിൽസിനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കാൻ പോവാം. B2B സെയിൽസ്, B2B സെയിൽസിനെ സ്പ്ലിറ്റ് ചെയ്യുവാണ്. B2B സെയിൽസിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ
ഇൻവോയ്സ് ടൈപ്പിൽ ഞാൻ പോയിട്ട് എന്ത് ചെയ്യാം, ഫിൽറ്റർ കൊടുക്കുവാണ്. ഇൻവോയ്സ് ടൈപ്പിൽ ഫിൽറ്റർ കൊടുത്തിട്ട് ഞാൻ ഇവിടുന്ന് GST സെയിൽസ് മാത്രം സെലക്ട് ചെയ്തു. GST സെയിൽസ് മാത്രം സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുത്തു. ഇൻവോയ്സ് ടൈപ്പില് GST സെയിൽസ് മാത്രം ടൈപ്പ് ചെയ്ത് ഓക്കെ കൊടുത്തു. അപ്പൊ നമുക്ക് ഇവിടെ B2Bയും B2Cയും മാത്രം വന്നു. B2C സെയിൽസും B2B സെയിൽസും മാത്രം വന്നു. എക്സ്പോർട്ടും ഇല്ല, അതുപോലെ തന്നെ എക്സംപ്റ്റഡും ഇല്ല. ഇനി നമ്മൾ ഇതിനകത്ത് നിന്ന് എന്ത് ചെയ്യാൻ പോവാ, GSTIN എന്ന് പറയുന്ന ഈ ഒരു കോളത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ പോവാ, B2B മാത്രം നമ്മൾ ഫിൽട്ടർ ചെയ്തെടുക്കാൻ പോവാ. അതിന് GST സെലക്ട് ചെയ്തു, താഴത്തോട്ട് സ്ക്രോൾ ചെയ്തിട്ട് ഈ 33 തമിഴ്നാടും ബ്ലാങ്കും എന്ത് ചെയ്യാം, അൺടിക്ക് ചെയ്ത് കൊടുക്കാം. 33 തമിഴ്നാടും ബ്ലാങ്കും അൺടിക്ക് ചെയ്ത് കൊടുത്തു, ഓക്കെ കൊടുത്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, B2B സെയിൽസ് മാത്രം കിട്ടി. നമ്മൾ അത് ഇൻവോയ്സ് ടൈപ്പിൽ GST സെയിൽസ് ഫിൽട്ടർ ചെയ്തെടുത്തു. അതുപോലെ തന്നെ GSTIN അവിടെ നമ്മൾ എന്ത് ചെയ്തു, GST നമ്പർ ഉള്ളത് മാത്രം എന്ത് ചെയ്തു, ഫിൽട്ടർ ചെയ്തെടുത്തു. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, കോപ്പി പേസ്റ്റ് ചെയ്ത് അപ്പുറത്തെ ആ ഒരു ഷീറ്റിലോട്ട് കൊണ്ടുപോകാം. ഞാൻ ഇവിടെ B2B സെയിൽസിനെ സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ B2C സെയിൽസ് എടുക്കാം. B2C സെയിൽസ് എടുത്തു, ഹെഡിങ് ഒന്ന് കോപ്പി ചെയ്തോട്ടെ. നമുക്ക് ഇവിടുന്ന് B2C സെലക്ട് ചെയ്തെടുക്കാം. B2C സെലക്ട് ചെയ്യുമ്പോൾ ഈ GSTIN അവിടുത്തെ ഫിൽറ്റർ മാറ്റിയിട്ട് ഇവിടെ 33 തമിഴ്നാടും ബ്ലാങ്കും മാത്രം എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. GSTIN അവിടുന്ന് 33 തമിഴ്നാടും ബ്ലാങ്കും മാത്രം സെലക്ട് ചെയ്യാം, ഓക്കെ കൊടുക്കാം. അപ്പൊ നമുക്കിവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്, B2C സെയിൽസ് കിട്ടി. ഈ B2C സെയിൽസിനെ നമ്മൾ എന്ത് ചെയ്യുക, കോപ്പി ചെയ്തിട്ട് വർക്കിംഗ്സിലോട്ട് പേസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ഏതാ ഉള്ളത്, എക്സ്പോർട്സും ഉണ്ട്, അതുപോലെ തന്നെ എക്സംപ്റ്റഡ് സെയിൽസും ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം എക്സ്പോർട്സിനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കാം. എക്സ്പോർട്സിനെ സ്പ്ലിറ്റ് ചെയ്യാം. സെയിൽസ് രജിസ്റ്ററിൽ പോയി ഇൻവോയ്സ് ടൈപ്പ് എക്സ്പോർട്സ് കൊടുത്തു. GST സെയിൽസ് നമ്മൾ അൺടിക്ക് ചെയ്തു. GSTIN ബ്ലാങ്ക്സ് മാത്രമേ ഉള്ളൂ, ഓക്കെ കൊടുത്തു. ഇനി നമുക്ക് ഇതും എന്ത് ചെയ്യാം, കോപ്പി പേസ്റ്റ് ചെയ്ത് അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. ഇതിനെ നമ്മൾ വർക്കിംഗ്സിലോട്ട് കൊണ്ടുവന്നു. ഇനിയുള്ളതാണ് എക്സംപ്റ്റഡ് സെയിൽസ്. നമ്മളപ്പം എക്സംപ്റ്റഡ് സെയിൽസിനെയും കൂടെ വർക്കിംഗ്സിലോട്ട് കൊണ്ടുവരാൻ പോവാം. എക്സംപ്റ്റഡ് സെയിൽസ് കൊടുത്തു. ഇനി നമുക്കിത് ഇവിടുന്ന് ഇതും കോപ്പി ചെയ്ത് അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു സെയിൽസ് രജിസ്റ്ററിനെ എന്ത് ചെയ്തു, B2B, B2C, എക്സ്പോർട്സ്, എക്സംപ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് 4 സ്പ്ലിറ്റ് ചെയ്തെടുത്തു. ഇത്ര ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആണോ? ഹിബ, അനീന, കാർത്തിക്, സിദിന, ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാ, ഇനി നമ്മൾ ഫയൽ ചെയ്യാൻ വേണ്ടിട്ട് പോവാം. അപ്പൊ നമുക്ക് ആദ്യം ഈ B2B സെയിൽസിന്റെ ഡേറ്റാസ് ഫിൽ ചെയ്ത് കൊടുക്കാം. B2B സെയിൽസിന്റെ ഡേറ്റാസ് നമുക്ക് ഫിൽ ചെയ്ത് കൊടുക്കാം. B2B സെയിൽസിന്റെ ഡേറ്റാസ് ആണ് ഫിൽ ചെയ്യാൻ പോകുന്നത്. നമ്മൾ നേരെ എവിടെ പോവാ, ഈ ഒരു സ്ക്രീനിൽ നമ്മൾ വന്നു. ഇവിടുന്ന് B2B ഇൻവോയ്സസ് സെലക്ട് ചെയ്യാം. B2B ഇൻവോയ്സസ് സെലക്ട് ചെയ്യാം. ഒന്ന് ഓപ്പൺ ആയിക്കോട്ടെ. ഓക്കെ, B2B ഇൻവോയ്സസ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ ഡാറ്റാസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആ ഇൻവോയ്സ് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ കാണിക്കും. നമ്മൾ എന്ത് ചെയ്താൽ മതി, പുതിയ ഡേറ്റാസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആഡ് ഡീറ്റെയിൽസ് കൊടുക്കാം.
നമ്മൾ ആ ഒരു ടെംപ്ലേറ്റ് ഫില്ല് ചെയ്ത് ഓഫ്ലൈൻ ആയിട്ട് ഫയൽ ചെയ്ത സമയത്ത് എന്തായിരുന്നു, നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുമായിരുന്നു അല്ലെ? എല്ലാ ഡേറ്റാസും കൂടെ ആ ടെംപ്ലേറ്റിലോട്ട് ഒരുമിച്ച് കൊടുക്കുമായിരുന്നു. പക്ഷെ നമ്മൾ ഓൺലൈൻ ആയിട്ട് ഫയൽ ചെയ്യുമ്പോൾ ഓരോ ഇൻവോയ്സസിനെയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, എൻ്റർ ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ ഇൻവോയ്സിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇവിടെ കൊടുത്തു, എന്നിട്ട് സേവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അനദർ കൊടുത്തു, എന്നിട്ട് നമ്മൾ അടുത്ത ഇൻവോയ്സിന്റെ ഡേറ്റാസ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മൾ എന്ത് ചെയ്യുക, ആരുടെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിയുമ്പോ ഇവിടെ ഈസ് IGST എന്നൊരു ക്വസ്റ്റ്യൻ വരും. ഈസ് IGST. അപ്പൊ നമ്മൾ നേരെ നമ്മുടെ വർക്കിംഗ്സിലോട്ട് പോവാം. വർക്കിംഗ്സിലോട്ട് പോയിട്ട് ഇവിടെ IGST ആണോ ഈ ഒന്നാമത്തെ ഒരു ഇൻവോയ്സിന്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇത് IGST ആണോ എന്ന് നോക്കാം. കണ്ട ഇവിടെ ഇപ്പൊ IGST ആണ്. IGST ആയതുകൊണ്ട് എന്താ, നമ്മളിവിടെ ഈസ് IGST എന്നുള്ളത് ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കാം. ഈസ് IGST ടിക്ക് ഓഫ് ചെയ്ത് കഴിയുമ്പോ കണ്ടോ CGST SGST സെസ് ആണ് ഇവിടെ ഉള്ളത്. ഇത് നമ്മൾ IGST ഓൺ ചെയ്ത് കഴിയും ഇവിടെ CGST SGST IGST ആവും. നമ്മളിവിടെ ഡേറ്റ കഴിയുമ്പോൾ IGSTയും സെസ്സും ഒക്കെ കാണത്തുള്ളൂ. ഇനി എന്ത് ചെയ്യാം, ഞാൻ IGST ടിക്ക് ഓൺ ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ GST നമ്പർ ചെയ്തു, എന്നിട്ട് ഇതിവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു. GST നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, റിസീവർ നെയിം നമുക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. റിസീവർ നെയിം എൻ്റർ ചെയ്യാം. ഇനി നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നതാണ് ഇൻവോയ്സ് നമ്പർ. എൻ്റർ ചെയ്യാൻ പോകുന്നതാണ് ഇൻവോയ്സ് നമ്പർ. അപ്പൊ നമ്മൾ ഇൻവോയ്സ് ഒരു കോളത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇൻവോയ്സ് നമ്പർ കൊടുത്തു. ഓൾറെഡി റിസീവർ നെയിം വരേണ്ടതാണ്. എന്തെങ്കിലും ടെക്നിക്കൽ എറർ വന്നത് കൊണ്ടായിരിക്കും ആ ഒരു നെയിം ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇൻവോയ്സ് ഡേറ്റ് ചെയ്ത് കൊടുക്കാം. ഇൻവോയ്സ് ഡേറ്റ് ഇവിടെ നോർമൽ ഫോർമാറ്റ് തന്നിരിക്കുന്നത് ഈ അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. പക്ഷെ നമ്മളിവിടെ ഡേറ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നത് ആദ്യം ചെയ്ത് കൊടുക്കാൻ പോവാം. 2022 ആണ്, 2022. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, 2000 കൊടുക്കാം. അത് നമ്മൾ പിന്നെ ഡേറ്റ് കൊടുക്കാം ഡേറ്റ് കൊടുക്കാം. GST നമ്പർ നമുക്ക് നോക്കാം. മാം ബ്രേക്ക് ആവുന്നുണ്ട്. ഇപ്പോ ഓഡിബിൾ ആണോ? ഇത് നമ്മുടെ ടോട്ടൽ ഇൻവോയ്സ് വാല്യൂ എൻ്റർ ചെയ്ത് കൊടുക്കുക. ക്വസ്റ്റ്യനിൽ പോവാ. ടോട്ടൽ ഇൻവോയ്സ് വാല്യൂ വരുന്നത് ഇതാണ്. അപ്പൊ നമ്മൾ ഇത് ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് കാണുന്നില്ല.
ഇപ്പൊ കാണത്തില്ലേ? അപ്പൊ ഇവിടെ നമ്മൾ ടോട്ടൽ ഇൻവോയ്സ് വാല്യൂ നമ്മൾ ആ ഒരു വർക്കിംഗ്സിൽ നോക്കിയിട്ട് ടോട്ടൽ ഇൻവോയ്സ് വാല്യൂ എൻ്റർ ചെയ്ത് കൊടുത്തു. ഇത്രയും നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ടാക്സിബിൾ വാല്യൂ എൻ്റർ ചെയ്ത് കൊടുക്കുക. ടാക്സിബിൾ വാല്യൂ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇവിടെ എന്തോ ഒരു എറർ വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് കൊടുക്കുവാണേ. IGST ടിക്ക് ഓൺ ചെയ്ത് കൊടുത്തു. GST നമ്പർ എൻ്റർ ചെയ്തു, ഇൻവോയ്സ് സെലക്ട് ചെയ്തു. കണ്ടോ? ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ റിസീവർ നെയിമും വന്നിട്ടുണ്ട്, പ്ലേസ് ഓഫ് സപ്ലൈയും വന്നിട്ടുണ്ട്. റിസീവർ നെയിമും വന്നു, പ്ലേസ് ഓഫ് സപ്ലൈയും വന്നു. ഇനി നമുക്ക് ഇൻവോയ്സ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇൻവോയ്സ് നമ്പർ കൊടുത്തു. ഡേറ്റ് നമ്മൾ കൊടുക്കുവാണ് 10/4/2022. 10/4/2022 എന്ന് പറയുമ്പോൾ 4th October 2022 ആണേ. മന്തിന്റെ നമ്പർ നമ്മൾ ആദ്യം കൊടുക്കണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ ഇൻവോയ്സ് വാല്യൂ കൊടുക്കാം. ടോട്ടൽ ഇൻവോയ്സ് വാല്യൂ വരുന്നത് 40,320 ആണ്. അപ്പൊ ഞാനിവിടെ 40,320 കൊടുത്തു. ഇനി ടാക്സിബിൾ വാല്യൂ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കാം. ടാക്സിബിൾ വാല്യൂ എൻ്റർ ചെയ്യണം. അപ്പൊ ആ ഒരു സെയില് ഏത് GST റേറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ടാണോ വന്നിരിക്കുന്നത് അത് നമുക്ക് നോക്കാം. ഇവിടെ വന്നിട്ടുണ്ട് 12% ആണ് GST റേറ്റ് വന്നിരിക്കുന്നത്. അപ്പൊ 12% നേരെ ടാക്സിബിൾ വാല്യൂ എൻ്റർ ചെയ്ത് കൊടുക്കാം. കണ്ടോ? ഇന്റഗ്രേറ്റഡ് ടാക്സ് ആണ് ഇവിടെ കിടക്കുന്നത്. ഇന്റഗ്രേറ്റഡ് ടാക്സ് ആണ്. നമ്മൾ IGST ടിക്ക് ഓൺ ചെയ്തത് കൊണ്ടാണ് ഇവിടെ ഇന്റഗ്രേറ്റഡ് ടാക്സ് വന്നിരിക്കുന്നത്. അപ്പൊ 12% നേരെ ടാക്സിബിൾ വാല്യൂവിന്റെ അവിടെ നമ്മൾ ആ ഒരു എമൗണ്ട് എൻ്റർ ചെയ്യാം. അപ്പൊ ഈ ഒരു എമൗണ്ട് ടാക്സിബിൾ വാല്യൂ നമ്മൾ എൻ്റർ ചെയ്തപ്പോ എന്ത് വന്നു? ഇന്റഗ്രേറ്റഡ് ടാക്സ് IGSTയുടെ എമൗണ്ട് എന്തായി? ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ അപ്ഡേറ്റ് ആയി. നമ്മൾ 12 നേരെ ആ ഒരു ടാക്സിബിൾ വാല്യൂ കൊടുത്തപ്പം IGST എമൗണ്ട് എന്തായി? ഓട്ടോമാറ്റിക് ആയിട്ട് അപ്ഡേറ്റ് ആയി. ഇനി സെസ് നമുക്ക് എന്ത് ചെയ്യാം? 0 കൊടുക്കാം. സെസ് ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മൾ അവിടെ 0 കൊടുത്തു. എന്നിട്ട് ഈ ഒരു ഡേറ്റ സേവ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. സക്സസ് എന്ന് പറഞ്ഞ മെസ്സേജ് വന്നു. ഇങ്ങോട്ട് തിരിച്ചു വന്നു. ഇവിടെ കണ്ടോ? നേരത്തെ 2 എണ്ണം ഉള്ളായിരുന്നു. ഇപ്പൊ ഇവിടെ 3ാമത് ഒരെണ്ണം കൂടെ ആഡ് ആയിട്ടുണ്ട്. 3ാമതൊരു ഡീറ്റെയിൽസും കൂടെ ആഡ് ആയിട്ടുണ്ട്. ഓക്കെ ആണോ? B2B സെയിൽസിന്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കുന്ന ഓക്കെ ആണോ? ഓക്കെ. ഇനിയിപ്പോ ഞാനിപ്പോ IGSTയുടെ കേസ് ആണ് ചെയ്ത് കാണിച്ചത്. ഇനിയിപ്പോ IGST അല്ല SGSTയും CGSTയും ഉള്ള കേസ് നോക്കാം. ഞാനിവിടെ ഒരു ആഡ് ഡീറ്റെയിൽസ് കൊടുക്കുവാണ്. ആഡ് ഡീറ്റെയിൽസ് കൊടുത്തു. ഈസ് IGST ടിക്ക് ഓൺ ചെയ്യണ്ട. CGSTയും SGSTയും ആണെങ്കിൽ ഈസ് IGST എന്നുള്ളത് ടിക്ക് ഓൺ ചെയ്യണ്ട. അപ്പൊ നമുക്ക് നമ്മുടെ വർക്കിംഗ്സിൽ പോവാം. ഈ രണ്ടാമത്തേത് CGSTയും SGSTയും IGST അല്ല. അപ്പൊ നമ്മൾ അവരുടെ ആ ഒരു GST നമ്പർ കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്തു. ഇൻവോയ്സ് നമ്പറിൽ ക്ലിക്ക് ചെയ്തപ്പോ എന്തായി? റിസീവർ നെയിമും പ്ലേസ് ഓഫ് സപ്ലൈയും ഓട്ടോമാറ്റിക് ആയിട്ട് വന്നു. റിസീവർ നെയിമും പ്ലേസ് ഓഫ് സപ്ലൈയും ഓട്ടോമാറ്റിക് ആയിട്ട് വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇൻവോയ്സ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇൻവോയ്സ് നമ്പർ കൊടുത്തു. ഡേറ്റ് നോക്കാം. 6-ാം തീയതിയാണ്. അപ്പൊ 10/6/2022 കൊടുത്തു. ടോട്ടൽ ഇൻവോയ്സ് വാല്യൂ 75,520 ആണ്. അത് നമ്മൾ എൻ്റർ ചെയ്തു. ടോട്ടൽ ഇൻവോയ്സ് വാല്യൂ എൻ്റർ ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ടാക്സിബിൾ വാല്യൂ എൻ്റർ ചെയ്യാം. 64,000 രൂപയാണ് ടാക്സിബിൾ വാല്യൂ വരുന്നത്. റേറ്റ് 18%. അപ്പൊ നമ്മൾ 18% നേരെ ടാക്സിബിൾ വാല്യൂ കൊടുത്തു. ഇപ്പൊ ഈ ടാക്സിബിൾ വാല്യൂ കൊടുത്തപ്പോ എന്തായി? CGST എമൗണ്ടും SGST എമൗണ്ടും ഓട്ടോമാറ്റിക് ആയിട്ട് അപ്ഡേറ്റ് ആയി. CGST എമൗണ്ടും SGST എമൗണ്ടും ഓട്ടോമാറ്റിക് ആയിട്ട് അപ്ഡേറ്റ് ആയി. സെസ് എമൗണ്ട് ഒന്നും പറയാത്തതുകൊണ്ട് നമ്മൾ അവിടെ 0 കൊടുത്തു. എന്നിട്ട് സേവ് ചെയ്യാം. സക്സസ് എന്ന് പറഞ്ഞ മെസ്സേജ് വന്നു. 4ാമതൊരു എൻട്രിയും കൂടെ എവിടെ എന്തായിട്ടുണ്ട്? സേവ് ആയിട്ടുണ്ട്. ഓക്കെ അല്ലേ? IGST ഉള്ള കേസും IGST ഇല്ലാത്ത കേസും ഓക്കെ അല്ലേ? അനീന, സിഡിന, കാർത്തിക്. ഓക്കെ. ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? നമ്മള് B2B സെയിൽസിന്റെ കേസ് നോക്കി. B2B സെയിൽസിന്റെ കേസ് നോക്കി. ഇനി നമ്മൾ എന്താ ചെയ്യാനുള്ളത്? എന്താ റെക്കോർഡ് ചെയ്ത് കൊടുക്കാനുള്ള? പറയാൻ പറ്റുമോ? B2B കൊടുത്തു. ഇനി നമ്മൾ B2C കൊടുക്കണം അല്ലേ? B2C നമ്മൾ സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക.
B2C കൊടുക്കണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് ബാക്ക് ക്ലിക്ക് ചെയ്യാം. ബാക്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ റിട്ടേൺ ഡാഷ്ബോർഡിലായിരിക്കും എത്തുന്നത്. ഫിനാൻഷ്യൽ ഇയർ ചേഞ്ച് ചെയ്യുക, ക്വാർട്ടർ ചേഞ്ച് ചെയ്യുക, പീരീഡ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. പീരീഡ് ഞാൻ ഇവിടെ ഒക്ടോബർ ആക്കി സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യുക. GSTR1 പ്രിപ്പയർ ഓൺലൈൻ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, B2C ലാർജ്. ഇവിടെ B2C ലാർജ് ഉണ്ട്. നമ്മുടെ സെയിൽസ് B2C ലാർജ് ആണോ നോക്കാം. ഇവിടെ കണ്ടോ, സപ്ലൈ വാല്യൂ ഒന്നും 1 lakh rupees കൂടുതലില്ല. 1 lakh rupees കൂടുതലാണെങ്കിലാണ് B2C ലാർജ്. 1 lakh rupees അതിൽ താഴെ ആണെങ്കിൽ എന്താ, B2C സ്മോൾ അല്ലേ? B2C സ്മോൾ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ B2C സ്മോൾ ആണ് റെക്കോർഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് B2C സ്മോൾ ഇവിടെ ഉണ്ടോ നോക്കാം. B2C ലാർജ് ഉണ്ട്, അമൻഡഡ് B2C ലാർജ് ഉണ്ട്. ഇവിടെ B2C സ്മോള് കാണാനില്ല. B2C അമൻഡഡ് B2C അതേഴ്സ് ഒക്കെ ഉണ്ട്. B2C സ്മോള് കാണാനില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, B2C അതേഴ്സ് എടുക്കുക. B2C അതേഴ്സ് എടുത്തു. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടുന്ന് ആഡ് ഡീറ്റെയിൽസ് കൊടുക്കുവാണ്. കൊടുത്തു. എന്നിട്ട് IGST ആണോ നോക്കാം. അപ്പം ഇവിടെ IGST ഉള്ള ഒരെണ്ണം ഉണ്ട്. തമിഴ്നാടിന്റെ ഇതിന് IGST ആണുള്ളത്. അപ്പൊ ഞാൻ ഇത് ചെയ്ത് കാണിക്കാം. അപ്പൊ ഞാൻ ഇവിടുന്ന് ആദ്യം എന്ത് ചെയ്യാം, പ്ലേസ് ഓഫ് സപ്ലൈ 33 തമിഴ്നാട് സെലക്ട് ചെയ്ത് കൊടുക്കാം. പ്ലേസ് ഓഫ് സപ്ലൈ 33 തമിഴ്നാട് കൊടുത്തു. ടാക്സബിൾ വാല്യൂ 16,000 ആണ്. ടാക്സബിൾ വാല്യൂ എൻ്റർ ചെയ്ത് കൊടുത്തു. റിട്ടേൺ ഫയലിംഗ് പീരീഡ് ഒക്ടോബർ ആണ്. ഒക്ടോബർ കൊടുത്തു. പ്ലേസ് ഓഫ് സപ്ലൈ കൊടുത്തു, ടാക്സബിൾ വാല്യൂ കൊടുത്തു, റിട്ടേൺ ഫയലിംഗ് പീരീഡ് കൊടുത്തു. ഇനി ഈ IGST എന്നുള്ളത് നമ്മൾ ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കണേ. IGST ടിക്ക് ഓൺ ചെയ്ത് കൊടുത്തു. ഇനി ടൈപ്പ് OE ഉണ്ട്, ഉണ്ട്. ഇ കൊമേഴ്സ് ഓപ്പറേറ്ററും അതർ ദാൻ ഇ കൊമേഴ്സ് ഓപ്പറേറ്ററും. ഞാൻ ഇവിടുന്ന് OE സെലക്ട് ചെയ്യുക. അതർ ദാൻ ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ സെലക്ട് ചെയ്തു. GST റേറ്റ് എത്ര നോക്കാം. 5% ആണ്. അപ്പൊ ഞാൻ ഇവിടുന്ന് 5 സെലക്ട് ചെയ്തു. 5 സെലക്ട് ചെയ്തപ്പോ എന്തായി, IGST എമൗണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നു. ഇനി എന്ത് ചെയ്യാം, സേവ് ചെയ്യാം. ഓക്കെ ആണോ? B2C സ്മോൾ എൻ്റർ ചെയ്യുന്നത് എങ്ങനെയാന്ന് കാർത്തിക്. ഇനി ഇത് സേവ് ചെയ്തു. സക്സസ് എന്ന് പറഞ്ഞ മെസ്സേജ് വന്നു. മൂന്നാമതൊരു എൻട്രി കൂടെ സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് CGST SGST ഉള്ളത് ആഡ് ചെയ്ത് നോക്കാം. CGSTയും SGSTയും ഉള്ളതെന്ന് പറയുമ്പം ആദ്യത്തെ ഒരെണ്ണം ഈ അപർണ KM എന്ന് പറയുന്ന ആളുടെ ഈ ഒരു സെയിൽസ്, ഇതില് CGSTയും ഉണ്ട്, SGSTയും ഉണ്ട്. ഇവിടെ നമുക്ക് പ്ലേസ് ഓഫ് സപ്ലൈ തന്നിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കും? പ്ലേസ് ഓഫ് സപ്ലൈ എന്ത് കൊടുക്കും? എന്തായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ കൊടുക്കുന്നത്? കേരള വേണം നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കാൻ. അപ്പം കേരളയുടെ പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയുമ്പോൾ 32 ആണ്. നമുക്ക് 32 കേരള കൊടുക്കാം. ടാക്സബിൾ വാല്യൂ എൻ്റർ ചെയ്ത് കൊടുക്കാം. ടാക്സബിൾ വാല്യൂ 41,000 ആണ്. 41,000 കൊടുത്തു. ഇൻവാലിഡ് വാല്യൂ എന്ന് കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ നോക്കട്ടെ. എന്തോ ഒരു ടെക്നിക്കൽ എറർ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. OE കൊടുത്തു. റേറ്റ് ഇവിടെ നമുക്ക് ഏതാ നോക്കാം. റേറ്റ് വന്നേക്കുന്നത് 12% ആണ്. അപ്പൊ ഞാൻ ഇവിടെ 12 കൊടുത്തു. അപ്പൊ ഇവിടെ എന്ത് വന്നു? CGST എമൗണ്ടും SGST എമൗണ്ടും ഓട്ടോമാറ്റിക് ആയിട്ട് വന്നു. CGST എമൗണ്ടും SGST എമൗണ്ടും ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ആയിട്ട് വന്നു. ഇനി ഇതിവിടെ സേവ് ചെയ്താൽ മതി. എന്തോ ഒരു ടെക്നിക്കൽ എറർ ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഇൻവാലിഡ് വാല്യൂ എന്ന് കാണിച്ചേക്കുന്നത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്താൽ മതി? സേവ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? CGST SGST ഉള്ള B2C സെയിൽസ് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ. ഇനി നമ്മളപ്പം B2Bയും നോക്കി, B2Cയും നോക്കി. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് എക്സ്പോർട്സ്. B2Bയും നോക്കി, B2Cയും നോക്കി. ഇനി നമുക്ക് എക്സ്പോർട്സ് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത് നോക്കാം.
ഇവിടുന്ന് ബാക്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമ്മൾ പിന്നെയും റിട്ടേൺ ഡാഷ്ബോർഡിലോട്ടായിരിക്കും പോകുന്നത്. ഇവിടുന്ന് ഫിനാൻഷ്യൽ ഇയർ, ക്വാർട്ടർ, പീരീഡ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം. സെർച്ച് കൊടുത്തു, സക്സസ് വന്നു. നമ്മൾ ഇവിടുന്ന് GSTR1 പ്രിപ്പയർ ഓൺലൈൻ കൊടുത്തു. GSTR1 പ്രിപ്പയർ ഓൺലൈൻ കൊടുത്തു. താഴത്തോട്ട് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ എക്സ്പോർട്ട് ഇൻവോയ്സസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. എക്സ്പോർട്ട് ഇൻവോയ്സസ് ഇത് സെലക്ട് ചെയ്യാം. എക്സ്പോർട്ട് ഇൻവോയ്സസ് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടുന്ന് ആഡ് ഡീറ്റെയിൽസ് കൊടുക്കാം. ആഡ് ഡീറ്റെയിൽസ് കൊടുത്തു. ഇൻവോയ്സ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇൻവോയ്സ് നമ്പർ ഞാൻ രണ്ടാമത്തേത് ചെയ്ത് കാണിക്കാം. ഇൻവോയ്സ് നമ്പർ രണ്ടാമത്തേത് ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡേറ്റ് കൊടുക്കാം. ഡേറ്റ് 29/10/2022 ആണ്. അപ്പൊ നമ്മൾ ആദ്യം 10/29/2022 നമ്മൾ ഫസ്റ്റ് മന്ത് കൊടുക്കുക. ആ ഒരു കാര്യം മറന്നുപോലെ. അപ്പൊ നമ്മൾ ഇൻവോയ്സ് ഡേറ്റ് അത് കൊടുത്തു. അത് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഒരു ഷിപ്പിംഗ് ബിൽ ഡേറ്റ് ഉണ്ട്, അതും ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഷിപ്പിംഗ് ബിൽ ഡേറ്റും ഇൻവോയ്സ് ഡേറ്റും സെയിം തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇനി പോർട്ട് കോഡും ഷിപ്പിംഗ് ബിൽ നമ്പർ ഓർ ബിൽ ഓഫ് എക്സ്പോർട്ട് നമ്പർ ഇവിടെ മാൻഡേറ്ററി അല്ല, അത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമ്മൾ ഇൻവോയ്സ് വാല്യൂ കൊടുക്കാം. ഇൻവോയ്സ് വാല്യൂ വരുന്നത് 18,000 ആണ്. 18,000 ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു. ഇനി GST പേയ്മെന്റ് ഇവിടെ വിത്തൗട്ട് പേയ്മെന്റ് ഓഫ് ടാക്സ് കൊടുക്കുക. GST പേയ്മെന്റ് വിത്തൗട്ട് പേയ്മെന്റ് ഓഫ് ടാക്സ് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ എക്സ്പോർട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഈ IGST എന്നുള്ളത് ഓൾറെഡി ടിക്ക് ഓൺ ആയിരിക്കും. എക്സ്പോർട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ ഈ IGST ഓൾറെഡി ടിക്ക് ഓൺ ആയിരിക്കും. ഇന്റഗ്രേറ്റഡ് ടാക്സ് ആയിരിക്കും ഇവിടെ കാണിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കുക ഏതാണ് GST റേറ്റ്. 18% ആണ് GST റേറ്റ് വരുന്നത്. അതിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ ടാക്സബിൾ വാല്യൂ എന്ത് ചെയ്യുക, എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ 18% അഗെയിൻസ്റ്റ് ആയിട്ട് ഞാൻ ഇവിടെ ടാക്സബിൾ വാല്യൂ എൻ്റർ ചെയ്തു. അപ്പൊ ഇവിടെ എന്ത് വന്നു, IGST എമൗണ്ട് വന്നു. IGST എമൗണ്ട് ഇവിടെ വന്നു. അപ്പൊ എക്സ്പോർട്ടിന് IGST എമൗണ്ട് നമ്മൾ കൊടുക്കണോ? IGST എമൗണ്ട് നമ്മൾ കൊടുക്കണം. ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ ആ ഒരു എമൗണ്ട് വന്നു, അത് നമ്മൾ കൊടുക്കണോ? പറയാൻ പറ്റുമോ? എക്സ്പോർട്ടിന് നമ്മൾ GST എമൗണ്ട് കൊടുക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്താൽ മതി, 0 കൊടുത്താൽ മതി. 0 കൊടുക്കുക. സെസ് ഒന്നുമില്ല, അതുകൊണ്ട് അതും നമ്മൾ 0 കൊടുത്തു. ഇവിടെ പറയുന്നുണ്ട് ഇൻ കേസ് ഓഫ് എക്സ്പോർട്ട് വിത്തൗട്ട് ടാക്സ് പേയ്മെന്റ് ഓഫ് ടാക്സ് പ്ലീസ് പ്രൊവൈഡ് 0 ഇൻ ദ ഫീൽഡ് എമൗണ്ട് ഓഫ് ടാക്സ്. ഈ എമൗണ്ട് ഓഫ് ടാക്സ് എന്ന് പറയുന്ന ഫീൽഡില് നമ്മൾ എന്ത് ചെയ്യണം, 0 എൻ്റർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് സേവ് ചെയ്യാം. സക്സസ് എന്ന് പറഞ്ഞ ഇവിടെ മെസ്സേജ് വന്നു. മൂന്നാമതൊരു എൻട്രിയും കൂടി ഇവിടെ പോസ്റ്റ് ആയിട്ടുണ്ട്. മൂന്നാമതൊരു എൻട്രിയും കൂടി ഇവിടെ പോസ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ ആണോ? അത് ഓക്കെ ആണോ? എക്സ്പോർട്ട് റെക്കോർഡിംഗ് അനീന. ഓക്കെ, അപ്പൊ നമ്മള് B2B സെയിൽസ് റെക്കോർഡ് ചെയ്തു, B2C സെയിൽസ് റെക്കോർഡ് ചെയ്തു, എക്സ്പോർട്ട് റെക്കോർഡ് ചെയ്തു. ഇനി നമ്മൾ എന്താ റെക്കോർഡ് ചെയ്യാനുള്ളത്? എക്സംപ്റ്റഡ് സെയിൽസ് ആണ് റെക്കോർഡ് ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് എക്സംപ്റ്റഡ് സെയിൽസ് റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയാ നോക്കാം. ബാക്ക് പോവാ, റിട്ടേൺ ഡാഷ്ബോർഡിൽ വരും. ഇവിടെ നമ്മൾ പീരിയഡ് ഒക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് സെർച്ച് കൊടുക്കാം. സക്സസ് മെസ്സേജ് വന്നു. GSTR1 പ്രിപ്പയർ ഓൺലൈനിൽ പോവുക. താഴത്തോട്ട് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നിൽ റേറ്റഡ് സപ്ലൈസ് വരും. നിൽ റേറ്റഡ് സപ്ലൈസ് ഇത് സെലക്ട് ചെയ്യാം. നിൽ റേറ്റഡ് സപ്ലൈസ് സെലക്ട് ചെയ്യാം. നിൽ റേറ്റഡ് സപ്ലൈസ് നമ്മൾ സെലക്ട് ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത്? ഇവിടെ 4 സെക്ഷൻസ് ഉണ്ട്. ഡിസ്ക്രിപ്ഷൻ 4 തന്നിട്ടുണ്ട്. സേവ്ഡ് എൻട്രീസ് 2 ഉണ്ട്. ഞാൻ നേരത്തെ 2 എണ്ണം സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് സേവ്ഡ് എൻട്രീസ് 2 തന്നിരിക്കുന്നത്. ഇനി ഇവിടെ 4 ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഇന്റർ സ്റ്റേറ്റ് സപ്ലൈസ് ടു രജിസ്റ്റേർഡ് പേഴ്സൺ, ഇന്റർ സ്റ്റേറ്റ് സപ്ലൈസ് ടു അൺരജിസ്റ്റേർഡ് പേഴ്സൺ, ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈസ് ടു രജിസ്റ്റേർഡ് പേഴ്സൺ, ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ടു അൺരജിസ്റ്റേർഡ് പേഴ്സൺ. നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ ഒരെണ്ണം ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ടു രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. അതുപോലെ തന്നെ ഇവിടെ പ്ലേസ് ഓഫ് സപ്ലൈ തരാത്തോണ്ട് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ടു അൺരജിസ്റ്റേർഡ് പേഴ്സണും ഉണ്ട്. ഇന്റർ സ്റ്റേറ്റ് സപ്ലൈസ് ടു അൺരജിസ്റ്റേർഡ് പേഴ്സൺ, രജിസ്റ്റേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാല് ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ആണ്. അപ്പൊ രണ്ട് പാർട്ടീസും രജിസ്റ്റേർഡ് ആണെങ്കിൽ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈസ് ടു രജിസ്റ്റേർഡ് പേഴ്സണിൽ നമ്മൾ എന്ത് ചെയ്യുക, വാല്യൂ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഓക്കെ ആണോ?
അപ്പൊ സപ്ലയറും രജിസ്റ്റേർഡ് ആണ്, റെസിപ്പിയന്റും രജിസ്റ്റേർഡ് ആണ്. രണ്ടുപേരും ഡിഫറെന്റ് സ്റ്റേറ്റിലാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി, എക്സെപ്റ്റഡിന്റെ അണ്ടറിൽ ആ സപ്ലൈയുടെ എമൗണ്ട് കൊടുത്താൽ മതി. അതുപോലെ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ടു അൺരജിസ്റ്റേർഡ് പേഴ്സൺ, ഇതില് രണ്ട് പാർട്ടീസും രണ്ട് സ്റ്റേറ്റിലാണ്. സെല്ലർ രജിസ്റ്റേർഡ് ആണ്, പക്ഷെ ബയ്യർ അൺരജിസ്റ്റേർഡ് ആണെങ്കിൽ എന്ത് ചെയ്യാ, അതിന്റെ ഒരു എമൗണ്ട് നമ്മൾ ഇവിടെ എൻ്റർ ചെയ്താൽ മതി. എക്സെപ്റ്റഡിന്റെ അവിടെ രണ്ടാമത്തെ റോയിൽ എൻ്റർ ചെയ്ത് കൊടുക്കാം. മൂന്നാമത്തേത് വരുന്നതാണ് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ടു രജിസ്റ്റേർഡ് പേഴ്സൺ. ബയ്യറും സെല്ലറും സെയിം സ്റ്റേറ്റിലാണ്. ബയ്യറും സെല്ലറും എന്ത് ചെയ്തിട്ടുണ്ട്, GST രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ എക്സെപ്റ്റഡിന്റെ എമൗണ്ട് അവിടെ കൊടുത്താൽ മതി, ഈ എക്സെപ്റ്റഡ് സപ്ലൈസിന്റെ അവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ വരുന്നതാണ് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ടു അൺരജിസ്റ്റേർഡ് പേഴ്സൺ. രണ്ടുപേരും, അതായത് ബയ്യറും സെല്ലറും സെയിം സ്റ്റേറ്റിലാണ്, പക്ഷെ ബയ്യർ ആരല്ല, രജിസ്റ്റേർഡ് പേഴ്സൺ അല്ല. രജിസ്റ്റേർഡ് അല്ലെങ്കിൽ നമ്മൾ എവിടെ ഡേറ്റ എൻ്റർ ചെയ്ത് കൊടുക്കാം, ലാസ്റ്റത്തെ ഓപ്ഷനിലായിരിക്കും ഡേറ്റ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഈ ഫസ്റ്റത്തെ കേസിൽ വരുമ്പോൾ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ടു രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ടു രജിസ്റ്റേർഡ് പേഴ്സൺ. അപ്പൊ നമ്മൾ ടാക്സബിൾ വാല്യൂ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈസ് ടു രജിസ്റ്റേർഡ് പേഴ്സന്റെ നേരെ എക്സംപ്റ്റഡിന്റെ കോളത്തിൽ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈസ് ടു രജിസ്റ്റേർഡ് പേഴ്സൺ എക്സംപ്റ്റഡിന്റെ നേരെയുള്ള കോളത്തിൽ എൻ്റർ ചെയ്ത് കൊടുക്കാം. രണ്ടാമത്തേത് വരുന്നത് എന്താ, രജിസ്റ്റേർഡ് പേഴ്സൺ അല്ല, അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. അപ്പൊ നമ്മൾ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ടു അൺരജിസ്റ്റേർഡ് പേഴ്സന്റെ ആ ഒരു എമൗണ്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഓക്കെ ആണോ? ഓക്കെ ആണോ കാർത്തിക്? വീഡിയോസ് ഒക്കെ ഒന്ന് ഓൺ ചെയ്ത് വെക്കാവോ? എന്നിട്ട് നമ്മൾ ഇത് സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിയുമ്പോൾ സേവ്ഡ് എൻട്രീസ് 3 എന്ന് പറഞ്ഞിട്ട് ഇവിടെ വരും. സേവ്ഡ് എൻട്രീസ് 3. അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്തു, നമ്മളിവിടെ B2B, B2C, എക്സ്പോർട്ട്, എക്സംപ്റ്റഡ് ഇത്രയും ഡേറ്റാസ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ എന്താ എൻ്റർ ചെയ്യാനുള്ളത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2 കാര്യം കൂടെ എൻ്റർ ചെയ്തായിരുന്നു, ഓർക്കുന്നുണ്ടോ? 2 കാര്യങ്ങളും കൂടെ നമ്മൾ എൻ്റർ ചെയ്തായിരുന്നു ഓഫ്ലൈൻ ഫയൽ ചെയ്തപ്പോൾ. ഓർക്കുന്നുണ്ടോ? HSN ഡീറ്റെയിൽസും ഡോക്യുമെന്റ് ഡീറ്റെയിൽസും എൻ്റർ ചെയ്ത് കൊടുത്തായിരുന്നു, ഓർക്കുന്നുണ്ടോ? ഇപ്പോ HSN ഡീറ്റെയിൽസും ഡോക്യുമെന്റ് ഡീറ്റെയിൽസും. അപ്പൊ നമ്മളിവിടെ HSN ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ HSN ഡീറ്റെയിൽസ് ഈ സെയിൽസ് രജിസ്റ്ററിന് താഴെ തന്നിട്ടുണ്ട്. സെയിൽസ് ഡീറ്റെയിൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് HSN ഡീറ്റെയിൽസ് നമുക്ക് സെയിൽസ് രജിസ്റ്ററിന് താഴെയായിട്ട് തന്നിട്ടുണ്ട്. നമ്മൾ ഇത് നോക്കിയിട്ട് എന്ത് ചെയ്താൽ മതി, ആ ഒരു ഡേറ്റ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അതിനായിട്ട് നമ്മൾ ഇവിടെ നിന്ന് ബാക്ക് പോവാ, റിട്ടേൺ ഡാഷ്ബോർഡില് പീരീഡ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക, സെർച്ച് കൊടുക്കുക. സക്സസ് മെസ്സേജ് വന്നു, പ്രിപ്പയർ ഓൺലൈനിൽ പോവാ. പ്രിപ്പയർ ഓൺലൈനിൽ പോയി താഴത്തോട്ട് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ HSN വൈസ് സമ്മറി ഓഫ് ഔട്ട്വേഡ് സപ്ലൈസ് കിട്ടും. HSN വൈസ് സമ്മറി ഓഫ് ഔട്ട്വേഡ് സപ്ലൈസ്, HSN വൈസ് സമ്മറി ഓഫ് ഔട്ട്വേഡ് സപ്ലൈസ് സെലക്ട് ചെയ്യാം. ഇതില് പുതിയ HSN നമ്പർ ആഡ് ചെയ്യണമെങ്കിൽ ഓൾറെഡി ഇവിടെ 3 എണ്ണം കൊടുത്തിട്ടുണ്ട്. 3 എണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം പുതിയത് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴോട്ട് എന്ത് ചെയ്താൽ മതി, HSN നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ലാസ്റ്റത്തെ ആ ഒരു HSN നമ്പർ വെച്ചിട്ട് ചെയ്ത് കാണിക്കാം. ഇവിടെ HSN നമ്പർ വരുന്നത് 8408 ആണ്. അപ്പൊ അത് ഞാൻ ഇവിടെ എൻ്റർ ചെയ്തു, HSN നമ്പർ എൻ്റർ ചെയ്തു. ഡിസ്ക്രിപ്ഷൻ മാൻഡേറ്ററി അല്ല, അത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. UQC ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, NOS ആണെന്ന് അസ്യൂം ചെയ്തിട്ട് ഇവിടെ NOS കൊടുക്കാം. NOS ആണെന്ന് അസ്യൂം ചെയ്തിട്ട് NOS കൊടുക്കാം. ടോട്ടൽ ക്വാണ്ടിറ്റി ഇവിടെ 30 ആണ് തന്നിരിക്കുന്നത്. ടോട്ടൽ ക്വാണ്ടിറ്റി 30 ആണ് തന്നിരിക്കുന്നത്. നമ്മൾ ടോട്ടൽ ക്വാണ്ടിറ്റി 30 കൊടുത്തു. ടോട്ടൽ വാല്യൂ എന്ന് പറയുമ്പോൾ ഇൻവോയ്സ് വാല്യൂ ആണ്. ഞാനിവിടെ ഇൻവോയ്സ് വാല്യൂ എൻ്റർ ചെയ്തു. ടോട്ടൽ ടാക്സബിൾ വാല്യൂ 2,40,000 റുപ്പീസ് ആണ്. അതും നമ്മൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു. 2,40,000 ടോട്ടൽ ടാക്സബിൾ വാല്യൂ എൻ്റർ ചെയ്തു.
ഇനി IGST ഉണ്ടെങ്കിൽ IGST എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇവിടെ IGST ഒന്നും ഇല്ല, അപ്പൊ IGST കൊടുക്കണ്ട. CGST SGSTയുടെ എമൗണ്ട് കൊടുക്കാം. CGSTയുടെ എമൗണ്ട് കൊടുത്തു, SGSTയുടെ എമൗണ്ടും കൊടുത്തു. ഇനിയിപ്പം നമ്മൾ ഈ രണ്ടാമത്തെയോ അല്ലെങ്കിൽ ഒന്നാമത്തെയോ ആയിരുന്നു എൻ്റർ ചെയ്ത് കൊടുത്തതെന്നുണ്ടെങ്കിൽ IGSTയുടെ ഈ എമൗണ്ട് IGST കോളത്തില്, CGST എമൗണ്ടും SGST എമൗണ്ടും അതിൻ്റെതായ കോളത്തിൽ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പോ സെസ് ഒന്നും പറഞ്ഞിട്ടില്ല, നമ്മൾ ഇവിടെ 0 കൊടുത്തു. സെസ് ഒന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല, 0 കൊടുത്തു. എന്നിട്ട് ആഡ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ ഇവിടെ നാലാമതൊരു റോ ആയിട്ട് ഈ ഒരു HSN നമ്പറിന്റെ ഡീറ്റെയിൽസും കൂടെ വരും. നാലാമതൊരു റോ ആയിട്ട് ഈ ഒരു HSN നമ്പറിന്റെ ഡീറ്റെയിൽസും കൂടെ വരും. നമ്മൾ HSN നമ്പർ കൊടുത്തു, യൂണിറ്റ് ക്വാണ്ടിറ്റി കോഡ് കൊടുത്തു, ടോട്ടൽ ക്വാണ്ടിറ്റി കൊടുത്തു, ടോട്ടൽ വാല്യൂ കൊടുത്തു, ടോട്ടൽ ടാക്സിബിൾ വാല്യൂ കൊടുത്തു. IGST ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് 0 എൻ്റർ ചെയ്ത് കൊടുക്കാം. IGST ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവിടെ ഒന്നും കൊടുത്തിട്ടില്ല. സെൻട്രൽ ടാക്സ് അതായത് നമ്മുടെ CGST എമൗണ്ടും സ്റ്റേറ്റ് ടാക്സ് SGST എമൗണ്ടും കൊടുത്തു, സെസ്സും 0 കൊടുത്തു. ആഡ് ക്ലിക്ക് ചെയ്തു. ആഡ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ നാലാമതൊരു റോ ആയിട്ട് ആ HSN ഡീറ്റെയിലും കൂടെ ഇവിടെ ആഡായി വന്നിട്ടുണ്ട്. ഓക്കെ ആണോ HSN ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്നത്? ഇനി നമുക്ക് എന്താ കൊടുക്കാനുള്ളത്? ഡോക്യുമെന്റ് ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പൊ ഡോക്യുമെന്റ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനായിട്ട് നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യുക? ബാക്ക് ക്ലിക്ക് ചെയ്യുക. ബാക്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പിന്നെയും നമ്മൾ റിട്ടേൺ ഡാഷ്ബോർഡിലോട്ട് പോകും. ഇവിടുന്ന് പീരീഡ് സെലക്ട് ചെയ്യുക, ഒക്ടോബർ, എന്നിട്ട് സെർച്ച് കൊടുക്കാം. പീരീഡ് സെലക്ട് ചെയ്തു, ഒക്ടോബർ സെർച്ച് കൊടുത്തു. നേരെ പ്രിപ്പയർ ഓൺലൈനിൽ വരിക. താഴത്തോട്ട് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഡോക്യുമെന്റ്സ് ഇഷ്യൂഡ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ബോക്സ് കാണും, അത് സെലക്ട് ചെയ്യാം. ഡോക്യുമെന്റ്സ് ഇഷ്യൂഡ്. അപ്പം നമ്മൾ ഇന്നലെ ഓഫ്ലൈൻ ആയിട്ട് ഫയൽ ചെയ്ത സമയത്ത് ഡോക്യുമെന്റ്സ് ഡീറ്റെയിൽസ് കൊടുത്ത സമയത്ത് ടൈപ്പ് ഓഫ് ഡോക്യുമെന്റ് ചോദിച്ചില്ലേ? ടൈപ്പ് ഓഫ് ഡോക്യുമെന്റ് ചോദിച്ചപ്പോൾ നമ്മൾ അതിനകത്ത് നിന്ന് കുറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഇൻവോയ്സ് ഫോർ ഔട്ട്വേർഡ് സപ്ലൈ ആണ് സെലക്ട് ചെയ്തത്. ഓർക്കുന്നുണ്ടോ? ഇൻവോയ്സ് ഫോർ ഔട്ട്വേർഡ് സപ്ലൈ ആണ് ടൈപ്പ് ഓഫ് ഇൻവോയ്സ് സെലക്ട് ചെയ്തത്. അപ്പം അതിനകത്ത് വേറെ കുറെ ടൈപ്പ് ഉണ്ടായിരുന്നു, അത് നമുക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പം ഒന്നാമത് കിടക്കുന്നത് ഇൻവോയ്സ് ഫോർ ഔട്ട്വേർഡ് സപ്ലൈ ആണ്. രണ്ടാമത്തത് ഇൻവോയ്സ് ഫോർ ഇൻവേർഡ് സപ്ലൈ ഫ്രം അൺരജിസ്റ്റേർഡ് പേഴ്സൺ, റിവൈസ്ഡ് ഇൻവോയ്സ്, ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട്, അങ്ങനെ കുറച്ച് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പൊ എൻ്റർ ചെയ്യാൻ പോകുന്നത് എന്താ? ഇൻവോയ്സ് ഫോർ ഔട്ട്വേർഡ് സപ്ലൈ ആണ് എൻ്റർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ സീരിയൽ നമ്പർ നമുക്ക് 1 കൊടുക്കാം. ഒന്നാമത്തെ ഡേറ്റയാണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. സീരിയൽ നമ്പർ 1 കൊടുത്തു. ഫ്രം നമ്പറും 2 നമ്പറും കൊടുക്കാം. ഫ്രം നമ്പറും 2 നമ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ ഇൻവോയ്സ് നമ്പറിന്റെ സ്റ്റാർട്ടിംഗ് നമ്പറും ഇൻവോയ്സ് നമ്പറിന്റെ എൻഡിങ് നമ്പറും, നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഇൻവോയ്സ് നമ്പറിന്റെ സ്റ്റാർട്ടിംഗ് നമ്പറും ഇഷ്യൂ ചെയ്തിട്ടുള്ള ഇൻവോയ്സ് നമ്പറിന്റെ എൻഡിങ് നമ്പറും ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ആ ഒരു സെയിൽസ് രജിസ്റ്ററിൽ പോയി നോക്കാം. അപ്പൊ ഞാൻ ഇവിടുന്ന് ഫിൽട്ടർ മാറ്റുവാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഫസ്റ്റ് നമ്പർ നമ്മളിപ്പം ഓർഡറിലാണ് ഇത് തന്നിരിക്കുന്നത്. കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളിപ്പോ ഓഫ്ലൈൻ ചെയ്ത സമയത്ത് ഓർഡറിലൊന്നും അല്ലായിരുന്നു. അപ്പൊ ഇതിനകത്ത് ഏറ്റവും ചെറിയ നമ്പർ ഏതാന്ന് നോക്കാം. അപ്പൊ ഇവിടെ JNK 00137 ആണ്. അപ്പൊ ഞാൻ ഈ ഫ്രം നമ്പർ ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് പുറത്ത് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെ ലാസ്റ്റ് JNK 00151 ആണ്. അതും ഞാൻ ഈ 2 നമ്പറിൽ പേസ്റ്റ് ചെയ്ത് കൊടുത്തു. ഇനി ടോട്ടൽ നമ്പർ, ടോട്ടൽ എത്ര ഇൻവോയ്സസ് ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഈ കൗണ്ടില് 14 എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. കൗണ്ടില് 14 കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ടോട്ടൽ നമ്പർ 14 കൊടുത്തു. ഇനി ക്യാൻസൽഡ് ഇൻവോയ്സസ് ഏതെങ്കിലും ഉണ്ടോ എന്ന്. ഇവിടെ 14 ആണ്. ക്യാൻസൽ ചെയ്തേക്കുന്നതിന്റെ ഡീറ്റെയിൽസ് ഒന്നും തന്നിട്ടില്ല. ക്യാൻസൽ ചെയ്തതായിട്ടുള്ള ഒരു ഡീറ്റെയിൽസും തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ 0 കൊടുക്കാം. 0 കൊടുത്തു. നെറ്റ് ഇഷ്യൂഡ്, ക്യാൻസൽഡ് 0 ആയതുകൊണ്ട് നെറ്റ് ഇഷ്യൂഡ് 14 ആണ്. അപ്പൊ നമ്മൾ നെറ്റ് ഇഷ്യൂഡ് 14 കൊടുത്തു. ഓക്കെ ആണോ? ഇത്രയും ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്ന ഓക്കെ ആണോ? ഓക്കെ, എന്നിട്ട് ഈ ഒരു ഡോക്യുമെന്റ് സേവ് ചെയ്യാം. ഈ ഒരു ഡോക്യുമെന്റ് സേവ് ചെയ്തപ്പോ എന്തായിട്ടുണ്ട്? ഇൻകറക്റ്റ് എന്ന് പറഞ്ഞ് ഇവിടെ മെസ്സേജ് വന്നു. ഇൻകറക്റ്റ് എന്ന് പറഞ്ഞ മെസ്സേജ് വന്നത് നമ്മൾ നോക്കണ്ട. ഇൻകറക്റ്റ് ആണെങ്കിൽ എന്ത് വരില്ല, നമ്മൾ എൻ്റർ ചെയ്ത ആ ഒരു ഫീൽഡ്സിലെ ആ ഡേറ്റാസ് ഇവിടുന്ന് പോകത്തില്ല. സേവ് ആയി കഴിഞ്ഞാൽ മാത്രമേ എന്താവത്തുള്ളൂ, നമ്മൾ എൻ്റർ ചെയ്ത ആ ഫീൽഡിലുള്ള ഡേറ്റാസ് ഇവിടുന്ന് പോകത്തുള്ളൂ. അപ്പം നമ്മളിപ്പോ എൻ്റർ ചെയ്തിട്ടുള്ള ഡേറ്റാസ് സേവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാ? ബാക്ക് പോവാം. നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള അല്ലെങ്കിൽ ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ള ആ ഒരു സെക്ഷൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇത്രയും ചെയ്താൽ മതിയോ? ഇത്രയും ചെയ്താൽ മതിയോ?
ഫയൽ ചെയ്യണ്ടേ? നമ്മൾ ഡേറ്റാസ് ഫില്ല് ചെയ്തതല്ലേ ഉള്ളൂ, അതിനി ഫയൽ ചെയ്യണം. ഫയൽ ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ, ഫിനാൻഷ്യൽ ഇയർ, ക്വാർട്ടർ, പീരീഡ് ചേഞ്ച് ചെയ്ത് കൊടുത്തു, സെർച്ച് കൊടുത്തു, താഴെ പോയി GSTR1 പ്രിപ്പയർ ഓൺലൈൻ, GSTR1 പ്രിപ്പയർ ഓൺലൈൻ കൊടുത്തു. താഴത്തോട്ട് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു അക്നോളജ്മെന്റ് ഉണ്ട്. ഐ അക്നോളജ് ദാറ്റ് ഐ ഹാവ് reviewed the details of the preview and the information is correct and would like to submit the details. I am aware that no changes can be made after submit. നമ്മൾ മുകളിൽ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണ്. ഇതില് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ചേഞ്ചസ് ഒന്നും വരുത്താൻ പറ്റത്തില്ല എന്നുള്ളത് എനിക്കറിയാം എന്നുള്ള ഒരു അക്നോളജ്മെന്റ് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കാം. ഈ അക്നോളജ്മെന്റ് ടിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ആക്റ്റീവ് ആയി വരും. ഇവിടെ ടിക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിരിക്കും, ഇനാക്റ്റീവ് ആയിട്ടായിരിക്കും കിടക്കാം. അപ്പൊ നമ്മൾ ഇത് ടിക്ക് ചെയ്തു, എന്നിട്ട് സബ്മിറ്റ് ക്ലിക്ക് ചെയ്തു. സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഫയൽ റിട്ടേൺ എന്നുള്ളത് എന്താവും, ആക്റ്റീവായി വരും. അപ്പൊ നമ്മൾ ഇവിടുന്ന് സബ്മിറ്റ് കഴിഞ്ഞ് ഫയൽ റിട്ടേൺ ക്ലിക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്യുക, ഇവിടെ ഒരു ഡിക്ലറേഷൻ വന്നിട്ടുണ്ട്. ഈ ഡിക്ലറേഷന് നമ്മൾ ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കാം. ഡിക്ലറേഷൻ ടിക്ക് ഓൺ ചെയ്തു. ജോർജ് പ്രൊപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ട് ഓതറൈസ്ഡ് സിഗ്നേറ്ററിയുടെ പേര് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ എന്തുണ്ട്, ഫയൽ വിത്ത് DSC ഉണ്ട്, ഫയൽ വിത്ത് EVC ഉണ്ട്, ഫയൽ വിത്ത് DSC ഉണ്ട്, ഫയൽ വിത്ത് EVC ഉണ്ട്. അപ്പൊ ഫയൽ വിത്ത് DSC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റിനാണ് നമ്മൾ DSC എന്ന് പറയുന്നത്, ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ്. അപ്പം നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് വെരിഫൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഫയൽ വിത്ത് EVC, ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡ്. അപ്പൊ നമ്മൾ ഒരു ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ OTP ആണ് ഉദ്ദേശിക്കുന്നത്. ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OTP ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഫയൽ വിത്ത് EVC ക്ലിക്ക് ചെയ്യാം. ഫയൽ വിത്ത് EVC ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ 1 ടൈം പാസ്വേഡ് സെൻഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരും. ആ OTP നമ്മൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പം പ്രാക്ടീസ് പോർട്ടിൽ നമ്മൾ OTP ആയിട്ട് യൂസ് ചെയ്യുന്നത് 1 2 3 4 ആണ്. പ്രാക്ടീസ് പോർട്ടിൽ OTP ആയിട്ട് യൂസ് ചെയ്യുന്നത് 1 2 3 4 ആണ്. അപ്പൊ ഞാനിവിടെ 1 2 3 4 കൊടുത്തു. 1 2 3 4 കൊടുത്തിട്ട് വെരിഫൈ ക്ലിക്ക് ചെയ്തു. കണ്ടോ, സ്റ്റാറ്റസ് ഫയൽഡ് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, GSTR1 ഫയൽ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ ആണോ? GSTR1 ഓൺലൈൻ ആയിട്ട് ഫയൽ ചെയ്യുന്നത്? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഹിബ, നീന, സിഡിന, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഡൗട്ട്സ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ